ഹായ് ഫ്രണ്ട്സ്, ഡേറ്റു ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൈക്രോഫോണിന് യൂസ് ചെയ്യുന്ന കേബിളുകളെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന കേബിൾസ് ഫാൽക്കോൺ എന്ന കമ്പനിയുടെ കേബിൾസാണ്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള കേബിൾസാണ്. ഇൻസൈഡ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഷീൽഡ് വയറുകൾ, അപ്പോൾ അതിനകത്തൂടെ പോകുന്ന കേബിളുകൾ ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കോപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് വെച്ചാണ് നമ്മളിന്ന് മൈക്രോഫോണിൻ്റെ കേബിൾസൊക്കെ റെഡിയാക്കാൻ വേണ്ടിയത്. അപ്പം ഞാൻ പല കളർ ഉള്ള കേബിൾസുകളാണ് എടുത്തേക്കുന്നത്. അപ്പം പല കളർ കേബിൾസ് എടുക്കുന്നതിൻ്റെ പ്രധാന കാരണം, അനലോഗ് മിക്സറുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പല കളർ കേബിളുകൾ നമ്മൾ മൈക്രോഫോണിന് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ ചാനൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഏത് ചാനലാണ് ഒരാൾ യൂസ് ചെയ്യുന്ന മൈക്ക് ഏത് ചാനലിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കളർ കേബിളുകൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഡിജിറ്റൽ മിക്സറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഓരോരുത്തരും യൂസ് ചെയ്യുന്ന മൈക്രോഫോൺ ആണെങ്കിൽ അവരുടെ പേര് നമുക്ക് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ അല്ലെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള, നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ചെയ്ത് സേവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അനലോഗ് ആകുമ്പോഴും നമുക്ക് അങ്ങനെ ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് നമ്മുടെ എന്തെങ്കിലും സ്റ്റിക്കറുകളിൽ എഴുതി ഒട്ടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമുക്ക് കളർ കേബിളുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 3-4 കളറുകളാണ് എടുത്തേക്കുന്നത് കേബിൾസിന് വേണ്ടി. അപ്പോൾ ഇത് 10 മീറ്ററാണ് എടുത്തേക്കുന്നത്. ഫാൽക്കോണിൻ്റെ കേബിളുകളാണ്, നല്ല ക്വാളിറ്റിയുള്ള കേബിളാണ്. അപ്പോൾ ഈ ഫാൽക്കോണിൻ്റെ ഈ കേബിളിൻ്റെ അത്യാവശ്യം നല്ല പ്യൂറായിട്ട് നല്ല ക്വാളിറ്റിയുള്ള കോപ്പർ യൂസ് ചെയ്തേക്കുന്നുണ്ട്. നോയ്സൊക്കെ റിഡക്ഷൻ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ഏറ്റവും ക്ലീനായിട്ടൊരു ഓഡിയോ സിഗ്നൽ നമുക്ക് മിക്സറിൽ നിന്ന് നമുക്ക് പവേഡ് സ്പീക്കറിലേക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ, അതല്ലെങ്കിൽ മൈക്രോഫോണിൽ നിന്ന് മിക്സറിലേക്ക് കൊടുക്കണമെങ്കിൽ അത്യാവശ്യം നോയ്സുകളെ റെഡ്യൂസ് ചെയ്ത് ഏറ്റവും ക്ലീനായിട്ടൊരു സൗണ്ട്, നല്ലൊരു സിഗ്നൽ നമുക്ക് ലഭിക്കാൻ അല്ലെങ്കിൽ സെൻഡ് ചെയ്യാനൊക്കെ ഈ കേബിൾസ് യൂസ് ചെയ്യാം. ഞാനിത് 25 മീറ്റർ എടുത്തേക്കും. 25 മീറ്റർ എടുത്തേക്കുന്ന കാര്യം 10 മീറ്റർ മൈക്രോഫോണിന് കട്ട് ചെയ്തെടുക്കും. ബാക്കി 15 മീറ്റർ മിക്സറിൻ്റെ ഒരു ചാനലിൽ നിന്ന് പവേഡ് സ്പീക്കറിലേക്ക് പോകാൻ വേണ്ടിയാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ പല കളർ കേബിൾസുകൾ നമുക്കിങ്ങനെ ചെയ്യുമ്പം നമുക്ക് ഏതാണ് ചാനലെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേബിളുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യൂ, നമുക്കത് ചെയ്തു തരാൻ കഴിയുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.